ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഫാസിൽ സാറും നമ്മളെ അജു ഷാഹിദൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അജുനെ നമുക്ക് പണ്ടേ അറിയുന്നതാണ്. നെറ്റിന്റെ എക്സാം മുതൽ നമുക്ക് അറിയുകയും പരിചയമുള്ള ഒരാളാണ് ഇൻഷാ അല്ലാഹ്. അപ്പം PSCക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ട്രാൻസ്ലേഷന്റെ സ്കോപ്പുകള്, അതേപോലെ തന്നെ ഇത് പഠിച്ചാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങള്, ഒരു ഭാഷയില് നമുക്ക് ഏതൊക്കെ രൂപത്തില് നൈപുണ്യം നേടാൻ പറ്റും, അങ്ങനെ ഒരു ഭാഷയില് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏരിയകൾ ഏതൊക്കെയാണ് എന്നൊക്കെ പരിചയപ്പെടുക എന്നൊരു ലക്ഷ്യത്തിലാണല്ലോ നമ്മളിപ്പോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം അറബി ഭാഷയെ നന്നായി സ്നേഹിക്കുന്നവരുണ്ടാകും, അതിനോട് കൂടുതലായിട്ട് അടുപ്പമുള്ളവരുണ്ടാകും. അവർക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അലിയുൻ അക്കാദമി കൂടെ സപ്പോർട്ട് നൽകും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ ആരാണ് എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല, കാരണം ഞാനൊരു പുറത്തുനിന്ന് വരുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അജു ഷാഹിദിനായിട്ടും നിങ്ങളെ സാറിനായിട്ടൊക്കെ ഭയങ്കര കണക്ഷൻ ഉണ്ടാകും. നിങ്ങൾ സാറിന്റെ ഒരു കൂട്ടുകാരനാണ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ എന്നെ കണ്ടാൽ മതി. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പം എന്റെ വോയിസ് ക്ലിയർ അല്ലേ? സൗത്തി വാളെ യെസ്. ഫാത്തിമ തഹലിയ അലിയൻ അക്കാദമി. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടോപ്പിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഫസ്റ്റത്തെ 1, 2, 3 ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം എന്താണ് ട്രാൻസ്ലേഷൻ, അതിന്റെ സ്കോപ്പുകൾ എന്താണ്, അതിന്റെ പോസിബിലിറ്റീസ് എന്താണ്. പിന്നെ ഇന്നലെയാണ് തോന്നുന്നത് നമ്മളെ ഹിബ ടീച്ചർ ഒരു എന്താ പറയാ ലൈവായിട്ട് ഒരു ഡോക്യുമെന്റ് ചെയ്തൊക്കെ കാണിച്ചു തന്നത് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ട്രാവൽ ഡോക്യുമെന്റ്. നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് ട്രാവൽ ചെയ്യുക എന്നുള്ളത് അല്ലെ. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അപ്പൊ യാത്ര ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ്. അപ്പൊ ആ ഒരു സ്വപ്നത്തിന്റെ കൂടെ എങ്ങനെ നമുക്ക് ട്രാൻസ്ലേഷന് മെർജ് ചെയ്യാം, അപ്പൊ അതിൽ വരുന്ന ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണ്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ ആ ഒരു രീതിയിലാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ആദ്യം നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ തുടങ്ങാം കേട്ടോ. ഇതില് 29-ലേറെ ആളുകളുണ്ട്. ഇതിൽ പാസ്പോർട്ട് ഉള്ള ആളുകൾ ഉണ്ടാകും, പാസ്പോർട്ട് ഇല്ലാത്ത ആളുകൾ ഉണ്ടാകും. അപ്പൊ പാസ്പോർട്ട് ഉള്ള ആളുകള് കമന്റ് ബോക്സിൽ P എന്ന് ഇടുക. ഇറ്റ് മീൻസ് പാസ്പോർട്ട്. ഇനി പാസ്പോർട്ട് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ A എന്നിടുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധാർ കാർഡെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊന്ന് പോസ്റ്റ് ചെയ്താണ്. യെസ്, എല്ലാരും വരും. ആ മതി. അപ്പം കുറെ ആളുകൾക്ക് പാസ്പോർട്ട് ഉണ്ട്, ചില ആളുകൾക്ക് ആധാർ കാർഡാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു ഭാവിയിൽ എന്താകും, പാസ്പോർട്ട് എടുക്കും ഇൻഷാ അല്ലാഹ്. പാസ്പോർട്ട് ഉണ്ടായാലല്ലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മൈക്ക് മ്യൂട്ടാക്കണം. ആ ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം പാസ്പോർട്ട് ഉള്ള ആളുകളുണ്ട്, ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഉള്ള ആളുകൾക്ക് അതിന്റെ ഒരു ആവശ്യകത കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ പാസ്പോർട്ട് എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് പാസ്പോർട്ട് അല്ലെ. നമ്മുടെ അടുത്ത് കുറെ ക്യാഷ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ ക്യാഷിന്
നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്തും വിസ എടുക്കുന്ന സമയത്തും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് പാസ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ പാസ്പോർട്ട് ഏകദേശം എല്ലാവർക്കും ഉണ്ട്, കുറച്ച് ആളുകൾക്ക് ഇല്ല. അപ്പോൾ ആ പാസ്പോർട്ട് എന്ന ഡോക്യുമെന്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും, ഒന്നാമത്തേത്. പിന്നെ നമ്മൾ നിങ്ങളെ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ വിസനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. സ്ക്രീന് കാണുന്നുണ്ടോ? ഇല്ല. കാണുന്നില്ല. ഒരു മിനിറ്റ് കേട്ടോ. വരുന്നുണ്ട്. ഒരു മിനിറ്റ്. യെസ്, കമ്മിങ് ലോഡ് ആവുന്നുണ്ടേ. ഓക്കെ അല്ലേ? കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ പാസ്പോർട്ട്, വിസ ആൻഡ് ഇമിഗ്രേഷൻ പേപ്പേഴ്സ്. ഓക്കെ, ഈ 3 ഏരിയ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹെഡിങ്ങിന് എന്തായിരുന്നു? ട്രാൻസ്ലേറ്റിംഗ് ട്രാവൽ ഡോക്യുമെന്റ്സ് എന്നുള്ളതായിരുന്നു. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. അപ്പൊ ഇത്രയും നമ്മൾ ഡിലേ ആക്കിയത് ഇനി ആരെങ്കിലൊക്കെ വരാണ്ടെങ്കിൽ അവർക്ക് മിസ്സാവണ്ടല്ലോ എന്ന രൂപത്തിലാണ് കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ നമ്മുടെ സെക്ഷൻസിന്റെ ഒബ്ജക്റ്റീവ് 5 ലക്ഷ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനുള്ളത്. അപ്പൊ എല്ലാവരും ആദ്യം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളെ കയ്യിൽ ഒരു നോട്ട് ബുക്കും പേനയും വേണം. നമ്മൾ ലാസ്റ്റ് ചോദ്യം ചോദിക്കും, അപ്പൊ അതിന് ഉത്തരം പറയേണ്ടി വരും. പിന്നെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ ഇതൊരു ചുവടിലൂടെ കേട്ടിട്ട് മറ്റേ ചുവടിൽ ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. മൻ കത്തബ കറ മൻ ഹഫിള ഫറ. ഒരാൾ എഴുതി വെച്ചാല് മൻ കത്തബ കറ അതവിടെ സ്ഥിരമായിട്ടുണ്ടാകും. മൻ ഹഫിള ഫറ, ഒരാൾ മനപ്പാടമാക്കി, ആ മനപ്പാടമാക്കിയത് കുറച്ചു നേരം കൊണ്ട് അത് പിന്നെ ഫറ, അത് ഓടിപ്പോകും. അപ്പൊ ഇവിടെ എന്നല്ല, എന്ത് കാര്യവും നമ്മൾ കേൾക്കുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും എഴുതി വെച്ചിട്ട് നമ്മൾ എന്താവാ പഠിക്കാം. അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയാണ്, എന്ത് ചെയ്യണം? എഴുതി വെക്കണം ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഇന്നത്തെ നമ്മളെ സെഷന്റെ ഒബ്ജക്റ്റീവ് 5 ലക്ഷ്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തേത് അണ്ടർസ്റ്റാൻഡ് ടൈപ്പ് ഓഫ് ട്രാവൽ ഡോക്യുമെന്റ്സ്. അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ട്രാവൽ ഡോക്യുമെന്റുകൾ ഉണ്ട്. പ്രധാനമായിട്ടും 3 എണ്ണമാണ് ഇന്ന് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരുപാടുണ്ട് കേട്ടോ, എല്ലാം കൂടി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂല. നമുക്ക് പറ്റുന്നത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഒന്നാമത്തേത് ടൈപ്പ് ഓഫ് ട്രാവൽ ഡോക്യുമെന്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത് ലേൺ കീ അറബിക് ഇംഗ്ലീഷ് ടേംസ്. ഇതിൽ വരിക മീൻസ് ഈ ട്രാവൽ ഡോക്യുമെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട അറബിക് ഇംഗ്ലീഷ് പദങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കും. ഓക്കെ. പിന്നെ മൂന്നാമത്തേത് ട്രാൻസ്ലേഷൻ ചലഞ്ചസ്. ഈ ട്രാവൽ ഡോക്യുമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ചലഞ്ചുകൾ എന്തൊക്കെയാണ്, അത് നമ്മൾ മനസ്സിലാക്കാം. അല്ലെ, നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് ആ ചലഞ്ചിനെ നേരിടാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ. ഇനി നാലാമത്തേത് പ്രാക്ടീസ് ട്രാൻസ്ലേഷൻ വിത്ത് എക്സാമ്പിൾ. 3 എണ്ണത്തിനും. ഏതൊക്കെ 3 എണ്ണം? ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ബാങ്ക് കൊടുക്കുന്നവരെല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ. ഓക്കെ അല്ലേ?
ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ, താങ്ക് യു. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ 4ാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. ഓക്കെ, താങ്ക് യു. ഒന്നുകൂടി നമുക്ക് പറയാം. ഇന്നത്തെ സെഷന്റെ ഒബ്ജക്റ്റീവ് 5 പോയിന്റുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1, ടൈപ്സ് ഓഫ് ട്രാവൽസ് ഡോക്യുമെന്റ്, അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. പിന്നെ കീ അറബിക് ഇംഗ്ലീഷ് ടേംസ്, അതിൽ വരുന്ന ട്രാവൽസിൽ വരുന്ന ട്രാവൽ ഡോക്യുമെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് അറബിക് ടേംസ് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ട്രാൻസ്ലേഷന്റെ ചലഞ്ചുകൾ, പ്രത്യേകിച്ച് ഈ ട്രാവൽ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ചില എക്സാമ്പിളുകൾ നമ്മൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, പിന്നെ ഏറ്റവും അവസാനത്തത് ബിൽഡ് കോൺഫിഡൻസ് ഇൻ പ്രൊഡ്യൂസിങ് അക്യുറേറ്റ് ട്രാൻസ്ലേഷൻസ്. ഈ മുകളിലുള്ള 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ 5ാമത്തെ നമുക്ക് വളരെ സിമ്പിൾ ആണ്. എന്താണ്? ബിൽഡ് കോൺഫിഡൻസ്, അല്ലെ? നമുക്കൊരു ആത്മവിശ്വാസം വേണം. ഈ ആത്മവിശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഏതൊക്കെ ഡോക്യുമെന്റ് നമുക്ക് മനസ്സിലാകണം. പിന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ടെർമിനോളജി ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാവണം. പിന്നെ ഇതിൽ എങ്ങനെയാണ് ഇതിലുള്ള ചലഞ്ച് നമ്മൾ നേരിടുക നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനം നമ്മൾ പറയലുണ്ടല്ലോ, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന്. നമ്മൾ എങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല. നമ്മൾ എത്രത്തോളം ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം ആയിരിക്കും അതിന്റെ ഉന്നതിയും ഉയർച്ചയൊക്കെ ഉണ്ടാവാം. ഒരു വാള്, ആ വാളിനെ അതിന്റെ ആലയിലെ മൂർച്ച കൂട്ടുന്നതിനനുസരിച്ച് അതിന്റെ എന്താകും, മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഉപയോഗത്തിനനുസരിച്ച് അതിന്റെ മൂർച്ചയും തെളിമയും തെളിച്ചൊക്കെ കൂടിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെയാണ് ഈ ട്രാൻസ്ലേഷന്റെ ഏരിയയിലും. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ഉഷാറായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ബിൽഡ് കോൺഫിഡൻസ് ഇൻ പ്രൊഡ്യൂസിങ് അക്യുറേറ്റ് ട്രാൻസ്ലേഷൻ. അക്യുറേറ്റ് ട്രാൻസ്ലേഷന് നമ്മൾ ഉണ്ടാക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതും നമ്മുടെ സെഷന്റെ ഒബ്ജക്റ്റീവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 1ാമത്തെ സെഷനിലേക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ട്രാവൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാല്? 1, പാസ്പോർട്ട്. 2, വിസ. ഓക്കെ, 3ാമത്തേത് ഇമിഗ്രേഷൻ പേപ്പേഴ്സ്, അല്ലെ? ഇമിഗ്രേഷൻ ആയിട്ടുള്ള പേപ്പറുകൾ. പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലെ? ഒരു നാട്ടിൽ നിന്ന് നമുക്ക് മറ്റു നാട്ടിലേക്ക് പോകാൻ നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ് പാസ്പോർട്ട് എന്നുള്ളത്. വിസ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, യുഎയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് യുഎയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? പാസ്പോർട്ട് വേണം. അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ എത്തി. ഇവിടെ എത്തിയതിന് ശേഷം നമുക്കൊരു ജോലി കിട്ടുന്നു. ആ ജോലി കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ പാസ്പോർട്ടിനോട് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? വിസക്ക് അപ്ലൈ ചെയ്യും, അല്ലെ? വിസിറ്റ് വിസയായിട്ടോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് വിസയായിട്ടോ അല്ലെങ്കിൽ ജോബ് സീക്കേഴ്സ് വിസയായിട്ടോ വ്യത്യസ്ത തരത്തിലുള്ള വിസകളുണ്ട്. അപ്പൊ വിസയും നമ്മൾ എടുക്കും. പിന്നെ ഇമിഗ്രേഷൻ പേപ്പർ എന്ന് പറഞ്ഞാല് മനസ്സിലാക്കാൻ ഏറ്റവും സുഖം, നിലവില് പലസ്തീനികള് റെഫ്യൂജികളൊക്കെ ആയിട്ട് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോവല്ലോ. ആ പോകുന്ന സ്ഥലത്ത്
ആ റെഫ്യൂജി ക്യാമ്പിൽ നിന്നൊക്കെ അവർക്ക് ഇഷ്യൂ ചെയ്യുന്ന അവരുടെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ഇമിഗ്രേഷൻ പേപ്പറുകളായിട്ട് അല്ലെ, ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റുകളാണ് വരിക. ഇനിയുണ്ട് ഒരുപാട് ടൈപ്സ് ഓഫ് ട്രാവൽ ഡോക്യുമെന്റ്, ഒരുപാടുണ്ട്. ലൈക്ക് വിസയിൽ തന്നെ ഒരുപാട് ഐറ്റംസും ഉണ്ട്, പാസ്പോർട്ട് തന്നെ ഒരുപാടുണ്ട്. വിസയിൽ ഗോൾഡൻ വിസ ഉണ്ട്, ഗ്രീൻ വിസ ഉണ്ട്, പിന്നെ ഇമിഗ്രേഷൻ പേപ്പറിൽ തന്നെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് മനസ്സിലാക്കുക. ഒരുപാട് ഡോക്യുമെന്റുകൾ ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട പാസ്പോർട്ടാണ്, വിസയാണ്, ഇമിഗ്രേഷൻ പേപ്പറാണ്. നമ്മൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവോടെ അവസാനിക്കുകയാണ്. നമ്മൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ടൈപ്സ് ഓഫ് ട്രാവൽ ഡോക്യുമെന്റ്. ഇന്ന് നമുക്ക് ഈ 3 ടൈപ്സ് ഓഫ് ട്രാവൽ ഡോക്യുമെന്റ് മനസ്സിലാക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്തായിരുന്നു നമ്മൾ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്? ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന, അതിൽ വരുന്ന പ്രധാനപ്പെട്ട അറബിക് ഇംഗ്ലീഷ് ടെർമിനോളജികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഞാൻ പെട്ടെന്ന് പറയട്ടോ. സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാനൊക്കെ നിങ്ങൾക്ക് ഞാൻ സമയം തരും. ഓക്കെ, ഇനി ഇടയിൽ ചോദിച്ചു വിചാരിച്ചിട്ട് എനിക്ക് പ്രശ്നവുമില്ല. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. ഒന്നാമത്തേത് പാസ്പോർട്ട്. പാസ്പോർട്ട് എന്നുള്ളതിന് എങ്ങനെ അറബിയിൽ പറയാം? ആരെങ്കിലും ഒരാൾ വോയിസിൽ പറയും. സ്ക്രീനിൽ കാണുന്നുണ്ട്. യെസ്, ജവാസ് സഫർ. എന്താ ജവാസ് എന്ന് പറഞ്ഞാല് അർത്ഥം? മാമാന ജവാസ് അനുവദനീയമാക്കുക. മാഷാ അല്ലാഹ്. അതാണ് ആ സാദിക്ക് വെളിമുക്ക് മൂപ്പര് പറഞ്ഞാണ് അതിന് കറക്റ്റ്. അനുവദനീയമാക്കുക, ഇംകാനിയത്ത്. അതായത് ഒരു കാര്യത്തെ അനുവദനീയമാക്കുക എന്നുള്ളതാണ് ജവാസ് എന്ന് പറഞ്ഞാല്. അല്ലെ, ജായിസ് എന്നൊക്കെ നമ്മൾ പറയും, യജൂസ് എന്ന് പറയും. അതിൽ നിന്നുള്ള സംഭവമാണ് ജവാസ്. ഇപ്പൊ സഫർ എന്ന് പറഞ്ഞാല് യാത്ര. അപ്പൊ ജവാസ് സഫർ എന്ന് പറഞ്ഞാല് യാത്രയെ അനുവദനീയമാക്കൽ. അല്ല, ഈ അറബി ഭാഷയുടെ ഒരു ഭംഗിയാണത്. പക്ഷെ പാസ്പോർട്ട് എന്നാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അർത്ഥവും ഉണ്ട്. മനസ്സിലായോ? ഇനി അടുത്തത് രണ്ടാമത്തേത് പാസ്പോർട്ട് നമ്പർ. എന്താ നമ്പറിന്റെ പറയാ? പാസ്പോർട്ട് നമ്പർ റക്കും, നമ്പറിന് റക്കും എന്നാണ് പറയുക. അപ്പൊ നമ്മളിപ്പം പാസ്പോർട്ട് നമ്പർ എന്ന് നമ്മൾ പറയുമ്പോൾ റക്മുൽ ജവാസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റത്തിൽ ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. പാസ്പോർട്ട് എന്നുള്ളിൽ നമ്മൾ എന്ത് പറഞ്ഞു? ജവാസ് സഫർ എന്ന് പറഞ്ഞു. രണ്ടാമത്തിൽ എത്തിയപ്പോ തന്നെ നമ്മൾ സഫറിനോട് കട്ട് ചെയ്ത്. കാരണം എന്താ? അവിടെ റക്മുൽ ജവാസ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകും ഇത് പാസ്പോർട്ട് നമ്പർ ആണ്. ഇനി ഇവിടെ സഫറും കൂടി വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി കോമൺ ആയിട്ട് വരുന്നതാണ് ഏത് ഡോക്യുമെന്റിലും. ഇപ്പൊ പാസ്പോർട്ടിലാണെങ്കിലും വിസയിലാണെങ്കിലും ഇമിഗ്രേഷൻ പേപ്പറിലാണെങ്കിലും ഗോൾഡൻ വിസയിലാണെങ്കിലും ഗ്രീൻ വിസയിലാണെങ്കിലും ഏത് ഡോക്യുമെന്റിലാണ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ടേമാണ് എന്ത്? ഡേറ്റ് ഓഫ് ഇഷ്യൂ. താരീഖുൽ ഇസ്ദാർ. താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്, ഇസ്ദാർ എന്ന് പറഞ്ഞാൽ ഇഷ്യൂ. ഇനി നെക്സ്റ്റ് താരീഖുൽ ഇൻതിഹാ, അതായത് ഡേറ്റ് ഓഫ് എക്സ്പയറി. അല്ലെ, ഫോർ എക്സാമ്പിൾ എന്റെ പാസ്പോർട്ട് 2002 പബ്ലിഷ് ചെയ്തതാണ്. അതാണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2002 ജനുവരി 1 പബ്ലിഷ് ചെയ്തതാണ്. ഇനി താരിഖുൽ ഇംതിഹാ എന്ന് പറഞ്ഞാല് ഡേറ്റ് ഓഫ് എക്സ്പയർ എന്ന് പറഞ്ഞാല് 2025 ജനുവരി 1 പാസ്പോർട്ട് എന്താകുന്നു? എക്സ്പയറി ആകുന്നു. ഓക്കെ, ഇനി വിസക്ക് പറയുക ഇഷീറ, അതാണ് വിസക്ക് പറയുക. ഇനി റെസിഡൻസ് പെർമിറ്റ് തസ്രീഹ് ഇഖാമ. ഇഖാമത്ത് എന്ന് പറഞ്ഞാല് റെസിഡൻസ്, തസ്രീഹ് എന്ന് പറഞ്ഞാല് പെർമിറ്റ്. ഇപ്പൊ തസ്രീഹ് ഇഖാമ എന്ന് പറഞ്ഞാല് റെസിഡൻസ് പെർമിറ്റ്. ഇനി എൻട്രി പെർമിറ്റ്. ഇതിന് ദുഖൂൽ. ദുഖൂൽ എന്ന് പറഞ്ഞാല് എൻട്രി, ഇതിന് പറഞ്ഞാല് പെർമിറ്റ്. ഓക്കെ, നമ്മൾ പറയില്ലേ ഇതിന് പറഞ്ഞാല് സമ്മതം കൊടുക്കാന്നൊക്കെ പറയില്ലേ, അതിന്റെ ഒരു മോഡേൺ ടെർമിനോളജി അല്ലെങ്കിൽ ട്രാവൽ ഡോക്യുമെന്റിലേക്ക് വരുമ്പോ എന്നുള്ള രൂപം അല്ലെ, പെർമിറ്റ്. ദുഖൂൽ എന്ന് പറഞ്ഞാല് അല്ലെ നമ്മൾ പ്രവേശിക്കാന്നൊക്കെ പറയുകയില്ലേ, അതേപോലെ തന്നെ എൻട്രി ചെയ്യാ. അപ്പൊ ഇതിന് ദുഖൂൽ എന്ന് പറഞ്ഞാല് എൻട്രി പെർമിറ്റ്. എൻട്രി പെർമിറ്റ് ഏത് ഡോക്യുമെന്റിലാ വരിക? വിസയിലാണ് എൻട്രി പെർമിറ്റ് എന്ന് വരിക. മനസ്സിലായല്ലോ? ഇത് ചെറിയൊരു ഗ്ലോസറിയാണ്, ചെറിയൊരു ടെർമിനോളജി കാര്യങ്ങളാണ് നമ്മൾ എന്തായിട്ടുള്ളത് പരിചയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ,
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1 മിനിറ്റ് സമയം തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ. 2 ഒബ്ജക്റ്റ് നമ്മൾ കഴിഞ്ഞു. ഈ 2 ഒബ്ജക്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. Do you guys any doubt? Okay, നമുക്ക് അതിലേ റഖബു ജവാദി സഫർ എന്ന് കൊടുത്താൽ അത് തെറ്റാണെന്ന് പറയോ? ഇല്ല, പറയില്ല. തെറ്റാന്ന് നമ്മൾ പറയില്ല. അത്ര മതിന്നാ പറഞ്ഞല്ലേ? അതെ, അത്ര അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഞാനിപ്പോ UAE-ലാണല്ലോ ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കുബൂസ് ഒക്കെ വാങ്ങിയാല് ആ കുബൂസിന്റെ പാക്കറ്റിൽ ഉണ്ടാകും മെയ്ഡ് ഇൻ UAE എന്നുണ്ടാകും. ഓക്കെ, അപ്പൊ അതിനെങ്ങനെ ഇപ്പൊ നമ്മള് അറബിയിൽ പറയാ? ആരെങ്കിലും ഒരാൾ പറയോ? മെയ്ഡ് ഇൻ UAE. നമ്മൾ ചോദിച്ച ആളെന്നെ ആയിക്കോട്ടെ. മെയ്ഡ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മെയ്ഡ് ഇൻ UAE എങ്ങനെയാ നമ്മള് അറബിയിൽ പറയാ? മുന്തജു മിൻ UAE. സുനിയ എന്ന് പറഞ്ഞോളി. UAE സുനിയ. യെസ് സുനിയ. സുനിയ എന്നായിക്കോട്ടെ മെയ്ഡ് ഇൻ. ഇനി സുനിയ ഫി. നമുക്കിപ്പോ വേണ്ടത് UAE എന്നുള്ള എങ്ങനെ നമ്മൾ അറബിയിൽ പറയും? ഇമാറാത്ത്. ഇമാറാത്തുൽ അറബിയത്തുൽ മുത്തഹിദ. യെസ്, അതാ ഒരു ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നമ്മൾ നോർമലി നമ്മൾ എന്ത് വിചാരിക്കും എന്താ പറയാ? മെയ്ഡ് ഇൻ UAE സുനിയ ഫിൽ ഇമാറാത്തിൽ അറബിയത്തിൽ മുത്തഹിദ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലെ? നോർമലി ഇപ്പൊ UAE എന്ന് പറഞ്ഞാല് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നാണല്ലോ. പക്ഷെ ശരിക്കും എന്തുണ്ടാവുള്ളൂ? സുനിയ ഫിൽ ഇമാറാത്ത്. അതെ, ഇമാറാത്ത് മാത്രം ഉണ്ടാവുള്ളൂ. അതെ, കാരണം നമുക്ക് അതുകൊണ്ട് മനസ്സിലാകും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ല ഇമാറാത്തുൽ അറബിയത്തുൽ മുത്തഹിദ എന്നുള്ളതാണെന്ന്. ജസ്റ്റ് ലൈക്ക് അതേപോലെ തന്നെ ഉദാഹരണം പറഞ്ഞത് മാത്രം. നമ്മൾ അടുത്ത ഇതിലേക്ക് കടക്കുകയാണ് കേട്ടോ. നമ്മൾ 2 ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. ടൈപ്സ് ഓഫ് ട്രാവൽ നമ്മൾ പറഞ്ഞു 3 എണ്ണം. കീ അറബിക് ഇംഗ്ലീഷ് ടേംസ് നമ്മൾ പറഞ്ഞു എത്ര എണ്ണം? 2, 4, 6, 7 എണ്ണം. ഇന്നത്തെ നമ്മൾ ഒരു 7 എണ്ണം നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തത് ചെറിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ്? കോമൺ ട്രാൻസ്ലേഷൻ ചലഞ്ചസ്. നമ്മൾ ഏത് ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ ചെയ്യുകയാണെങ്കിലും നമ്മളൊരു ട്രാൻസ്ലേഷനെ കുറിച്ച് അറിയാനും അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കാനൊക്കെ വന്ന ആളുകളാണല്ലോ. ഇത് നമ്മളെ 3ാമത്തെ ഒബ്ജക്റ്റീവ് ആണ്. പ്രത്യേകിച്ച് ട്രാവൽ ഡോക്യുമെന്റ് ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എങ്കിലും ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മറ്റു ഡോക്യുമെന്റിലേക്കും നിങ്ങൾക്ക് എന്താവും സ്വീകരിക്കാം. ഓക്കെ, അപ്പൊ കോമൺ ട്രാൻസ്ലേഷൻ ചലഞ്ചസ്. നെയിം ആൻഡ് ട്രാൻസ്ലിട്രേഷൻ. നെയിമും അതേപോലെ ട്രാൻസ്ലിട്രേഷൻ. ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് അർഷദ് എന്നാണ്. അപ്പം അർഷദ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ അല്ലെങ്കിൽ അർഷദ് എന്ന് അറബിയിൽ എഴുതി അതിനെ ഇംഗ്ലീഷിലേക്ക് എഴുതുന്ന സമയത്ത് ആ ഒരു എഴുതുന്ന രൂപം ഉണ്ടല്ലോ, ആ രൂപം എന്താവണം? കറക്റ്റ് ആയിരിക്കണം. ഇത് ട്രാൻസ്ലേഷൻ അല്ല, ട്രാൻസ്ലിട്രേഷൻ ആണ്. നമ്മള് നല്ല എന്നേക്കാൾ അറിവും പഠനത്തിലൊക്കെ ഉഷാറുള്ള ആളുകളൊക്കെ ഉണ്ടാവും. നമ്മള് പ്രൊജക്റ്റും തിസീസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു തരം ലെറ്ററിലായിരിക്കും നമ്മൾ ട്രാൻസ്ലിട്രേഷൻ ഒക്കെ എഴുതാം. അപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ മതി. അറബിയിലുള്ള ഇപ്പം അർഷദ് അല്ലെങ്കിൽ നമുക്ക് മുഹമ്മദ് എന്ന് എടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്നുള്ള ഒരു പേര് അത് നമ്മൾ അറബിയിൽ എഴുതുന്നു. അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് എഴുതുന്ന സമയത്ത് നമ്മൾ അതിന് മാറ്റിയിട്ടൊന്നുമില്ലല്ലോ അല്ലെ? മുഹമ്മദ് എന്നുള്ള ആ മീനിങ്ങിനല്ലല്ലോ നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. നേരെ ജസ്റ്റ് ചേഞ്ച് ദ നെയിം ഇൻ ദ ഇംഗ്ലീഷ് ലെറ്റർ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ട്രാൻസ്ലിട്രേഷൻ ആണ്. അത് പക്ക എന്താവണം? റെഡി ആവണം. പിന്നെ ഡേറ്റ്സ് ആൻഡ് ഫോർമാറ്റ്. അപ്പൊ ചില സ്ഥലത്ത് ഡേറ്റും ഫോർമാറ്റും എന്ന് പറഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാല് നെയിം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നത്. നെയിം ഒന്നെങ്കിൽ അറബിയിലായിരിക്കും. അപ്പൊ അറബിയിലായിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോ അറബിയിലുള്ള ഒരു ഡോക്യുമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ഇപ്പം നമ്മളുടെ പാസ്പോർട്ടൊക്കെ ഒന്നും കൂടി ഞാൻ വിശദീകരിക്കുകയാണ്. നെയിമും ട്രാൻസ്ലിട്രേഷനും നമ്മളെ പാസ്പോർട്ടൊക്കെ ഇംഗ്ലീഷിലാണ് ഉള്ളത്. അപ്പൊ നമ്മളെ പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ലേഷൻ സെന്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരോട് പറയാണ്
എന്റെ പാസ്പോർട്ട് അറബിയിലേക്ക് ആക്കി തരണം. അപ്പൊ ആ പാസ്പോർട്ട് സെന്ററിന് ആളുകൾ ചോദിക്കും, നിങ്ങളുടെ അടുത്ത് അറബിയിലുള്ള പേരിന്റെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ UAE എന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയാ, നമ്മളെ ID കാർഡ് അല്ലെങ്കിൽ നമ്മളെ വിസയുടെ പേപ്പർ, അതൊക്കെ നമ്മളെ പേര് എന്തുണ്ടാവും, അറബിയിൽ ഉണ്ടാകും. അപ്പം ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആള് ആ ഡോക്യുമെന്റ് നോക്കിയിട്ട് എന്താവും, അറബിയിൽ ടൈപ്പ് ചെയ്യും. അപ്പൊ ആ പേരെന്താവണം, കറക്റ്റ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു സോഴ്സ് ഡോക്യുമെന്റിൽ വന്ന രൂപത്തിലുള്ള പേരായിരിക്കണം. ഇനി ട്രാൻസ്ലേറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ഫലസ്തീന് വരികയാണ്. ആ ഫലസ്തീന് പാസ്പോർട്ട് തന്നിട്ട് പറയണത് തർജുമ ഇല ഇംഗ്ലീസിയ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് പറയുമ്പോൾ നമ്മൾ മൂപ്പരോട് എന്താകും, മൂപ്പരുടെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടോ എന്ന് നോക്കും. ഇനി ഇല്ല എന്നാണെങ്കിൽ മൂപ്പരുടെ പേര് അഹമ്മദ് ബിനു അഷ്റഫ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ തെറ്റാൻ പാടില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ ചലഞ്ച് ഡേറ്റ് ആൻഡ് ഫോർമാറ്റ്സ്. അങ്ങനെ പറഞ്ഞാല് ചില സ്ഥലത്ത് ഡേറ്റ് എഴുതുന്ന സമയത്ത് ആദ്യ മാസമായിരിക്കും വരാം, പിന്നെയായിരിക്കും ഡേറ്റ്, പിന്നെയായിരിക്കും ഇയർ എപ്പോഴും അവസാനമായിരിക്കും. ഓക്കെ. അപ്പോൾ ഓരോ നാട്ടിലും ചിലപ്പം വ്യത്യസ്തമായിരിക്കും. അപ്പം ആ നാട്ടിൽ ഏത് രൂപത്തിലാണോ ഫോളോ ചെയ്യുന്നത്, ചിലപ്പോൾ മാസമായിരിക്കും ആദ്യം, പിന്നെ ആയിരിക്കും ഡേറ്റ്, അല്ലെങ്കിൽ ആദ്യം ഡേറ്റ് ആയിരിക്കും, പിന്നെ ആയിരിക്കും മാസം. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എവിടെയാണ് എത്തിപ്പെട്ടത്, ആ എത്തിപ്പെട്ട ദേശത്ത് അല്ലെങ്കിൽ ആ എത്തിപ്പെട്ട പ്രദേശത്ത് ഏത് രൂപത്തിലാണ് ഡേറ്റിന്റെ ഫോർമാറ്റ് ഉള്ളത്, ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി ലീഗൽ ഫ്രേസ് ആൻഡ് സ്റ്റാമ്പ്സ് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് ലീഗൽ ഫ്രേസുകൾ ഉണ്ടാകും, അതേപോലെ സ്റ്റാമ്പുകൾ ഉണ്ടാകും. സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞാല് നമ്മളുടെ വിസയിലെ ഓരോ സ്ഥലത്തു നിന്നും നമ്മൾ എമിഗ്രേഷൻ കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കിട്ടുമല്ലോ സ്റ്റാമ്പ്. ഇന്ന സമയത്ത് ഇപ്പൊ UAE എമിഗ്രേഷൻ കഴിഞ്ഞ്, ഇന്ത്യന്റെ കഴിഞ്ഞു, ആ സ്റ്റാമ്പ് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. ഇനിയിപ്പൊ അതിൽ എന്തെങ്കിലും ലീഗൽ ഫ്രേസ് കൊടുത്തിട്ടുണ്ടാവും, എനിക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, പാസ്പോർട്ടിൽ എന്തോ റിമാക്സ് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ ആ റിമാക്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യല് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ. നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ഒഫീഷ്യൽ ടോണിലായിരിക്കണം. നമ്മൾ നോർമല് ഒരു കഥയോ കവിതയോ നോവലോ ഇതൊന്നും ട്രാൻസ്ലേഷൻ ചെയ്യുന്ന രൂപത്തിലല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിത് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിന്റെ വിലയും മാനവും ഒക്കെ കൽപ്പിച്ചു കൊണ്ടായിരിക്കും നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പൊ ചലഞ്ചസ് അല്ലെങ്കിൽ ഈ ഹസാർഡിന്റെ ചിഹ്നം എന്ന് കണ്ടിട്ട് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഒന്ന്, പേര് ശ്രദ്ധിക്കാം. ഓരോട് എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെന്ന് ചോദിക്കാം. ഇനി ട്രാൻസ്ലിട്രേഷൻ ആക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ രൂപത്തിൽ ചെയ്യാം. ഡേറ്റ് ആൻഡ് ഫോർമാറ്റ് ഏത് നാട്ടിലും, ഇപ്പൊ UAE ഞാൻ രണ്ടും ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം ഡേറ്റ് കൊടുക്കുന്നു, പിന്നെ മന്ത് കൊടുക്കുന്നു, പിന്നെ ഇയർ കൊടുക്കുന്നു. പിന്നെ ആ രൂപത്തിലും കണ്ടിട്ടുണ്ട്, ആദ്യം മാസം കൊടുക്കുന്നു, പിന്നെ ഡേറ്റ് കൊടുക്കുന്നു, പിന്നെ ഇയർ കൊടുക്കുന്നു. ഇയർ എപ്പോഴും ലാസ്റ്റേ വരും. ഓക്കെ. ഇനി മൂന്നാമത്തേത് ലീഗൽ ഫ്രേസ് ആൻഡ് സ്റ്റാമ്പ്. പ്രത്യേകിച്ച് പാസ്പോർട്ടിൽ കുറെ സ്റ്റാമ്പുകൾ ഉണ്ടാകും, ചിലപ്പം ഫ്രേസുകൾ ഉണ്ടാകും. ഇപ്പോൾ ലോകം മൊത്തം ചുറ്റി കറങ്ങുന്ന ട്രാവൽമാരൊക്കെ ഉണ്ടാവുമല്ലോ, ഓർഡറിലൊക്കെ ചിലപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഇന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളാണെന്നുള്ളതൊക്കെ. കൊടുക്കുന്നുണ്ട്. ഇനി മെയിൻറ്റെയിനിങ് ഒഫീഷ്യൽ ടോൺ. നമ്മൾ ഏത് ഭാഷ, ഏത് ഡോക്യുമെന്റ് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റിനോട് നമ്മൾ എന്ത് ചെയ്യണം, മാന്യത പുലർത്തണം. കഥ അല്ലെങ്കിൽ കവിത ഇത് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് പോലെയല്ല ഈ ഒഫീഷ്യൽ ഡോക്യുമെന്റ് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി അത് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ വേറെ രൂപത്തിലാണ്, ഇനി കോർട്ടിന്റെ വേറെ രൂപത്തിലാണ്, മെഡിക്കലിന്റെ വേറെ രൂപത്തിലാണ്. അപ്പൊ നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നത് ട്രാവൽ ഡോക്യുമെന്റ് ആണല്ലോ. അപ്പൊ ട്രാവൽ ഡോക്യുമെന്റ് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്തും അതിൻ്റെതായിട്ടൊരു ടോണിൽ എന്താവണം, നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇനി നമ്മള് അടുത്തൊരു ഏരിയയിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മള് ടൈപ്പ് ഓഫ് ട്രാവൽസ് നമ്മൾ പറഞ്ഞു, അറബിക് ഇംഗ്ലീഷ് ടേംസ് നമ്മൾ പറഞ്ഞു, ട്രാൻസ്ലേഷൻ ചലഞ്ചസ് പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രാക്ടീസ് ആണ്. നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ചില ഡോക്യുമെന്റുകൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ചെയ്യാം.
ഇനി ഈ ചലഞ്ചസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് ഡോക്യുമെന്റിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്തു വെക്കാം. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഏരിയ ഹൗ ടു ട്രാൻസ്ലേറ്റ് ട്രാവൽ ഡോക്യുമെന്റ്സ് അല്ലെ. ട്രാവൽ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ചോദ്യം. അതിൽ 5 പോയിന്റുകളാണ് പറയുന്നത്. ഒന്ന്, റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സ്ട്രക്ചർ. ഏത് ഡോക്യുമെന്റും ആ ഡോക്യുമെന്റ് ഇപ്പൊ നമ്മളെ കയ്യിൽ വന്നുപെട്ടിട്ടുള്ളത് എന്താണ്, ഒരു പാസ്പോർട്ടാണ്. അപ്പൊ പാസ്പോർട്ട് എന്ത് ചെയ്യാം, ഒന്ന് വായിക്കാം, അതിന്റെ സ്ട്രക്ചറുകൾ മനസ്സിലാക്കാം അല്ലെ. പാസ്പോർട്ടിന്റെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത്, ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അത് അവസാനിക്കുന്നത്, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ എവിടുന്ന് ഇഷ്യൂ ചെയ്തതാണ് ഒക്കെ ഉണ്ടാവല്ലോ. അതൊക്കെ വായിക്കാം, മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കിയാല് പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, അതിൽ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ടാവല്ലോ, അതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ആദ്യം നന്നായി വായിക്കുക, അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. എന്നിട്ട് രണ്ടാമത് അതിന്റെ ഐഡന്റിഫൈ കീ ഡീറ്റെയിൽസ്, അതിലുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തേത് ട്രാൻസ്ലിറ്ററേറ്റ് നെയിം ആൻഡ് പ്ലേസ് അല്ലെ. ഈ നെയിമും പ്ലേസും നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഉദാഹരണത്തിന് ചെമ്മാട് എന്നുള്ളതിനെ അത് അറബിയിൽ തഷ്മാദ് എന്ന് പറയും, ഇംഗ്ലീഷിൽ അതിനെ ചെമ്മാട് തന്നെയാണ് പറയാം. അപ്പം ആ രൂപത്തില് അത് നമ്മൾ ഇനി പുതിയൊരു ഭാഷയൊക്കെ നമ്മൾ അതിന്റെ അർത്ഥം കണ്ടെത്തുന്നു വേണ്ടല്ലോ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യാം, ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി യൂസ് എന്താ പറയാ, ഒരേ രൂപത്തിലുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടെർമിനോളജി ഉപയോഗിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിള് ജവാദു സഫർ എന്നൊരു സ്ഥലത്ത് ഉപയോഗിച്ച്, ഈ ജവാദു സഫറിന് വേറൊരു പദം ഉണ്ടെന്ന് കൂട്ടാം അല്ലെ. ജവാദു സഫർ പാസ്പോർട്ട്, ഇനി ഈ ജവാദു സഫർ എന്നുള്ളതിന് വേറൊരു പദം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പദം ഉപയോഗിക്കാം. അപ്പോ നമ്മള് ലൊറബ എന്നുള്ളതിന് ഒരുപാട് അർത്ഥം ഉണ്ടാവല്ലോ. ലൊറബ എന്ന് പറഞ്ഞാൽ അടിച്ചു, അല്ലെങ്കിൽ ഉറക്കി, അങ്ങനെ കുറെ അർത്ഥങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെ ആ മുത്രാദിഫ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കഴിവ് ഈ ട്രാവൽ ഡോക്യുമെന്റില് നമ്മൾ എന്ത് ചെയ്യരുത്, തെളിയിക്കരുത്. ഇപ്പൊ ജവാദു സഫർ എന്നുള്ളത് പാസ്പോർട്ട്, അപ്പൊ ഞാൻ ഡോക്യുമെന്റിൽ മൊത്തം എവിടെയും പാസ്പോർട്ടിന് എന്ത് മാത്രമേ പറ്റുള്ളൂ, പാസ്പോർട്ടിന് ജവാദു സഫറിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഡേറ്റിന് താരീഖ് എന്ന് കൊടുത്താൽ എല്ലായിടത്തും താരീഖിന് ഡേറ്റ് തന്നെ ആവണം. മനസ്സിലായി? ആ രൂപത്തിലാണ് പറഞ്ഞത്. നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനോളജി എന്താവണം, കൺസിസ്റ്റന്റ് ആവണം, എല്ലായിടത്തും ഒരേപോലെ തന്നെ എന്താവണം, വരണം. നിങ്ങൾക്ക് കഴിഞ്ഞു. ട്രാൻസ്ലേഷൻ കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, പ്രൂഫ് റീഡിങ് നടത്തുക എന്നുള്ളത്. പ്രൂഫ് റീഡ് കെയർഫുള്ളി. കാരണം നമ്മൾ അവസാനം നോക്കുന്ന സമയത്തായിരിക്കും ഇതൊരു കോമ മിസ്സായിട്ടുണ്ടല്ലോ, ഇതൊരു ഫുൾ സ്റ്റോപ്പ് മിസ്സായിട്ടുണ്ടല്ലോ, ഇത് പേര് ഇങ്ങനെയല്ലല്ലോ, മുഹമ്മദ് എന്നാണ്, മുഹമ്മദ് മഹ്മൂദ് എന്നാണ്, അപ്പൊ എഴുതിയ ഡോക്യുമെന്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനം മനസ്സിലാവുള്ളൂ. അപ്പൊ ആ കാര്യങ്ങളെ നന്നായി ശ്രദ്ധിച്ചിട്ട് ഡോക്യുമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മളെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂഫ് റീഡ് കെയർഫുള്ളി. നന്നായിട്ട് എന്ത് ചെയ്യാ, നന്നായിട്ട് പ്രൂഫ് റീഡ് നടത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ട്രാവൽ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് വായിക്കുക. ഒരു ഡോക്യുമെന്റ് കിട്ടി, ഒരു വിസ നമുക്ക് കിട്ടി, ഒരു വിസയുടെ കോപ്പി നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു ഇഖാമയുടെ കോപ്പി കിട്ടി. ആ കോപ്പി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാം, നന്നായി വായിക്കുക. എന്നിട്ട് അതിന്റെ സ്ട്രക്ചറുകൾ മനസ്സിലാക്കാം. അപ്പൊ സ്ട്രക്ചറുകൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാല് ഒരു വിസ അല്ലെങ്കിൽ ഒരു ID കാർഡ്, ആ ID കാർഡിൽ എന്തുണ്ടാകും, ഒരു ഭാഗത്ത് ഇമേജ് ഉണ്ടാകും, ചില ഭാഗത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ആ രൂപത്തിൽ കോളങ്ങളൊക്കെ വരച്ച് ഒരു ഭാഗത്ത് മനസ്സിലാക്കണം എന്ത്, ഇവിടെ ഇമേജ് ഉണ്ട്. അപ്പൊ നമ്മളെ പാസ്പോർട്ടിൽ തന്നെ നമ്മളെ ഇമേജ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇമേജ് ഉണ്ട്, യൂജദു സൂറ, അങ്ങനെ മനസ്സിലാക്കണം. പിന്നെ അതിലുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. പിന്നെ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യാം അല്ലെ, പേര്, സ്ഥലം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇനീഷ്യലുകൾ അല്ലെ, ആ ഇനീഷ്യലുകള് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ഹൗസ് നെയിമുകൾ ഉണ്ടാവും വ്യത്യസ്ത രൂപത്തില്. അപ്പം അത് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് നമ്മൾ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഡോക്യുമെന്റിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദം, ആ ഒരു പദത്തെ ആ ഡോക്യുമെന്റ് തീരോളം ആ രൂപത്തിൽ തന്നെ ഉപയോഗിക്കാം. അപ്പൊ പാസ്പോർട്ടിന് ജവാദു സഫർ എന്നാണ്, ജവാദു സഫർ എന്ന് ഉപയോഗിക്കാം. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വേറെ പദങ്ങളും കിട്ടും.
പക്ഷെ അത് ഇവിടെ ഉപയോഗിക്കരുത്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ആ ഡോക്യുമെന്റിൽ അത് മാത്രം ഉപയോഗിക്കാം. നമ്മൾ കോമൺലി നമുക്ക് എല്ലാവർക്കും കേൾക്കുന്ന മനസ്സിലാക്കുന്ന പദങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ്, നമ്മൾ ക്ലയന്റിന് കൈമാറുന്നതിന് മുമ്പ് പ്രൂഫ് റീഡ് കെയർഫുള്ളി, നന്നായി ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, വായിക്കുക. നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ അല്ലേ? യെസ് ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി നമ്മൾ പാസ്പോർട്ടാണ് എടുത്തിട്ടുള്ളത്. പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ എക്സാമ്പിൾ. ഇതിൽ പാസ്പോർട്ടിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഡീറ്റെയിൽസ് ആണ് എടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് അൽ ഇസ്മു. ഇസ്മിന് നമ്മളെന്താ പറയാ, ഇസ്മിന് നെയിം അല്ലെ. എന്താണ് ഇസ്മ്? ഫാത്തിമ അബ്ദുള്ള അഹ്മദ്. അപ്പൊ ഫാത്തിമ അബ്ദുള്ള അഹ്മദ്. അപ്പൊ സപ്പോസ് നമുക്കിപ്പോ ഇത് ഒരു സൗദിക്കാരുടെ പാസ്പോർട്ടാണ് അല്ലെ, സൗദിയ എന്ന് ഇവിടെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ സൗദിയ എന്നുള്ള ഒരാള്, അപ്പൊ ഈ ഫാത്തിമ അബ്ദുള്ള അഹമ്മദ് എന്നുള്ള വ്യക്തി നമ്മുടെ ട്രാൻസ്ലേഷൻ സെന്ററിലേക്ക് വരുന്നു. അവരുടെ പാസ്പോർട്ട് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ അവരോട് ആദ്യം ചോദിക്കും, നിങ്ങളുടെ അടുത്ത് ഇംഗ്ലീഷിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ട ഏതെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യും. ഇല്ല എന്നാണെങ്കിൽ നോർമൽ ആയിട്ട് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണോ ആ രൂപത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യും. ഇപ്പൊ ഇവിടുത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, FAT കഴിഞ്ഞിട്ട് I കൊടുത്തിട്ടാണ്. ചില സമയത്ത് നമ്മൾ H കൊടുക്കും അല്ലെ, അങ്ങനെ ഫാത്തിമക്ക് H കൊടുത്തിട്ടും കാണലുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഏത് ഡോക്യുമെന്റ് എന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് വൈസ് നമ്മൾ ടൈപ്പ് ചെയ്യും. ഇനി അല്ല എന്നാണെങ്കിൽ നമ്മളൊരു അനുമാനം വെച്ചിട്ട് തെറ്റായ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്യും. ഓക്കെ. രണ്ടാമത്തേത് താരീഖുൽ മീലാദ്. എന്താണ്? ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെ. 15 ജൂൺ. ഇവിടെ യൂനിയോ എന്നാണ് വരേണ്ടത്, 6 എന്നാണ് കൊടുത്തിട്ടുള്ളത്. യൂനിയോ, യൂലിയോ, ഓഗസ്റ്റസ്. ഓക്കെ. ജൂണ് 1995. ഈ മക്കാനുൽ മീലാദ്, പ്ലേസ് ഓഫ് ബർത്ത്. മക്കാൻ എന്ന് പറഞ്ഞാല് പ്ലേസ്, മീലാദ് എന്ന് പറഞ്ഞാല് ബർത്ത്. അപ്പൊ മക്കാനുൽ മീലാദ് എന്ന് പറഞ്ഞാല് പ്ലേസ് ഓഫ് ബർത്ത്. റിയാദ് എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? സൗദിക്കാരിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, റിയാദിലാണ് ജനിച്ചിട്ടുള്ളത്, റിയാദ്. ഓക്കെ. ഇതൊക്കെ ട്രാൻസ്ലിറ്ററേഷൻ ആണ്. ഓക്കെ, അതൊന്നും ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ. അൽ ജിൻസിയ, നാഷണാലിറ്റി. സൗദിയ, സൗദി. താരിഖുൽ ഇസ്ദാർ, എന്താണ്? ഡേറ്റ് ഓഫ് ഇഷ്യൂ അല്ലെ, 12 ഫെബ്രുവരി 2020. താരിഖുൽ ഇന്തിഹാ, ഡേറ്റ് ഓഫ് എക്സ്പയറി. അപ്പം 12 ഫെബ്രുവരിക്ക് ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടാണ്. 12 ഫെബ്രുവരി 2020 ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടാണ്. ആ പാസ്പോർട്ട് എന്നാണ് അവസാനിക്കുന്നത്? താരിഖുൽ ഇന്തിഹാ എന്നാണ്. ഡേറ്റ് ഓഫ് എക്സ്പയറി എന്നാണ്? 12 ഫെബ്രുവരി 2030 അല്ലെ. 10 വർഷത്തോളാണ് വാലിഡിറ്റി ഉള്ളത്. അപ്പം ഒരു പാസ്പോർട്ടിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു 6 ടെർമിനോളജിയാണ് നമ്മളിപ്പോ പരിചയപ്പെട്ടിട്ടുള്ളത്. ഒന്ന് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് എക്സ്പയറി. ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് അടുത്ത ഡോക്യുമെന്റിലേക്ക് കടക്കാം. ഏകദേശം 1 മണിക്കൂറോളം ആവാനാണ്. ഇനി വിസ ട്രാൻസ്ലേഷൻ എക്സാമ്പിൾ. വിസ ട്രാൻസ്ലേഷൻ എക്സാമ്പിൾ. വിസക്ക് എന്താ പറയാ? വിസ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. വിസക്ക് എന്താണ് പറയുക? നമ്മളെ കീ ടെർമിനോളജി നമ്മൾ പറഞ്ഞു അല്ലെ, തഅ്ശീറ. ആയിക്കോട്ടെ. ഞാനിപ്പം നിങ്ങൾ പിന്നെ കേൾക്കാൻ വേണ്ടിട്ട് കുറച്ചു നേരമായില്ലേ. ഞാൻ നമ്മളെ പഠിച്ചതിൽ നിന്ന് ഒരു ചോദ്യങ്ങളോട് ഞാൻ ചോദിക്കാം. എത്ര ആളുകൾക്ക് ഉത്തരം കിട്ടും നമുക്ക് നോക്കാം. ഓക്കെ. റെഡി അല്ലേ? ചോദിക്കുന്നത് ABC എന്ന രൂപത്തിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ. ചോദ്യം എൻട്രി പെർമിറ്റ് ചോദിക്കാണ്. എൻട്രി പെർമിറ്റിന്റെ അറബിയാണ് പറയേണ്ടത്.
നിങ്ങൾ ആരും ടൈപ്പ് ചെയ്യണ്ട, ഞാൻ ഓപ്ഷൻ പറഞ്ഞുതരാം. ABC എന്നുള്ള ഓപ്ഷൻ തരും. ആ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ഉത്തരം പറഞ്ഞാൽ മതി. എൻട്രി പെർമിറ്റിന് എ തസ്രീഹു ദുഖൂൽ, ബി ഇസ്നു ദുഖൂൽ, സി കഴിഞ്ഞിട്ടില്ല. എന്നായിക്കോട്ടെ, എ ബി മാത്രം മതി. തസ്രീഹു ദുഖൂൽ, ഇസ്നു ദുഖൂൽ. മെസ്സേജിൽ കമന്റ് ഇനി അടുത്തത് വേറെ ഒന്നും കൂടി, അടുത്ത ഡോക്യുമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി, വിസ ട്രാൻസ്ലേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം, അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം, അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. എസ് അല്ലെങ്കിൽ നോ, യെസ് ഓർ നോ. ഓക്കെ, ഞാനൊരു പദം പറഞ്ഞിട്ട് അത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പോവാണ്. ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നുള്ളത് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പോവുകയാണ്. താരീഖുൽ ഇന്തിഹാ, ശരിയാണെങ്കിൽ യെസ് എന്നിടുക, തെറ്റാണെങ്കിൽ നോ എന്നിടുക. ഡേറ്റ് ഓഫ് ഇഷ്യൂ, താരീഖുൽ ഇന്തിഹാ. ഓക്കെ, അപ്പം ശരിക്കുള്ള ട്രാൻസ്ലേഷൻ എന്താ? താരീഖ്, ഡേറ്റ് ഓഫ് ഇഷ്യൂന്റെ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ എന്താ? ഓക്കെ, കറക്റ്റ്. ആയിക്കോട്ടെ, വെൽക്കം ബാക്ക്. എല്ലാരും ഇങ്ങോട്ട് വരൂ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഡോക്യുമെന്റ് വിസ ട്രാൻസ്ലേഷൻ എക്സാമ്പിൾ ആണ്. അതില് തഅ്ശീർ എന്ന് പറഞ്ഞാൽ വിസാറ നമുക്കറിയാം. അപ്പൊ തഅ്ശീർ സിയാറ എന്ന് പറഞ്ഞാല് വിസിറ്റ് വിസ. ഓക്കെ, സിയാറത്ത് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ വിസിറ്റ് ചെയ്യാ, അങ്ങനെ നമ്മൾ പറയല്ലോ. സാറ യസൂറു എന്ന് വരുന്നതാണ് സിയാറത്ത്. ആയിലിയ എന്ന് പറഞ്ഞാല് ഫാമിലി. അപ്പൊ തഅ്ശീറത്തു സിയാറത്ത് ആയിലിയ എന്ന് പറഞ്ഞാല് ഫാമിലി വിസിറ്റ് വിസ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് വാലിഡ് എന്നുള്ളതിന് എന്താ പറയാ, കുറച്ച് ടെർമിനോളജികൾ വരുന്നുണ്ട്. ഇതിപ്പാ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ വാലിഡ് എന്ന് വന്നു, ഇവിടെയും വാലിഡ് എന്ന് വന്നു. ആ രണ്ട് വാലിഡും ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് അറബിയിലെ മറ്റു പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഒരു വിസയിലുള്ള ചെറിയ കുഞ്ഞു ഡോക്യുമെന്റ് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പൊ ആ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിപ്പിക്കാൻ പറ്റൂലല്ലോ. ചില കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, വിസ ട്രാൻസ്ലേഷൻ എക്സാമ്പിൾ നമ്മൾ കിടക്കുന്നത് തഅ്ശീറത്തു സിയാറ ആയിലിയ ഫാമിലി വിസിറ്റ് വിസ ലി മുദ്ദത്തിൻ എന്നുള്ളത് പറഞ്ഞാല് വാലിഡ്, അതായത് വാലിഡ് ഫോർ. ഓക്കെ, വാലിഡ് ഫോർ എന്നുള്ളതിനാണ് ലിമുദ്ദത്ത് എന്നുള്ള ഉപയോഗിച്ചിട്ടുള്ളത്. സലാസത്ത് അഷ്ഹുർ 3 months. അപ്പൊ ഫാമിലി വിസിറ്റ് വിസ വാലിഡ് ഫോർ 3 months. അല്ലെ, ഗൾഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും നമ്മുടെ ഫാമിലികൾ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. അപ്പൊ ഫാമിലികൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവര് എടുക്കുന്ന വിസയാണ് എന്ത്, ഫാമിലി വിസിറ്റ് വിസ ഉണ്ട്, അല്ലെങ്കിൽ സ്പൗസ് വിസ ഉണ്ട്. വ്യത്യസ്ത രൂപത്തിലുള്ള വിസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ട്രാവൽ ഡോക്യുമെന്റ് ഒരുപാട് വിശാലമാണെന്നുള്ളത്. ഫാമിലി വിസിറ്റ് വിസ എന്നുള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം? ഫാമിലി വിസിറ്റ് വിസ എന്ന് പറഞ്ഞാല് തഅ്ശീറത്തു സിയാറത്ത് ആയിലിയ. തഅ്ശീറു സിയാറ എന്ന് പറഞ്ഞാല് വിസിറ്റ് വിസ. അപ്പൊ ആയിലിയ എന്ന് പറഞ്ഞാല് ഫാമിലി വിസിറ്റ് വിസ. ലിമുദ്ദത്ത് എന്ന് പറഞ്ഞാല് വാലിഡ് ഫോർ. സലാസത്ത് അഷ്ഹുർ എന്ന് പറഞ്ഞാല് 3 months. അപ്പൊ 3 മാസത്തെ വാലിഡിറ്റി ഉള്ള ഫാമിലി വിസിറ്റ് വിസ. ഇനി സ്വാദിറത്തുൻ അൻ എന്ന് പറഞ്ഞാല് ഇഷ്യൂഡ് ബൈ. ഈ സ്വാദിറ എന്ന് പറയും, അല്ലെങ്കിൽ സ്വാദിറ മിൻ ഖബൽ എന്ന് പറയും. ഇവിടെ ഇപ്പം സ്വാദിറത്തുൻ അൻ ഇഷ്യൂഡ് ബൈ ആരെ? വിസാറ ഖാരിജിയ, ദ മിനിസ്റ്ററി ഓഫ് ഫോറിൻ അഫയേഴ്സ്, അൽ മംലക്കത്തുൽ അറബിയൽ മുത്തഹിദ, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. ഇനി നെക്സ്റ്റ് സാലിഹത്തുൻ ലിദ്ദുഖൂലി ലിമറ വാഹിദ, വാലിഡ് ഫോർ സിംഗിൾ എൻട്രി. ഒറ്റ പ്രാവശ്യം മാത്രം നമുക്ക് വരാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം വന്നാല് ആ വിസ ഓട്ടോമാറ്റിക് എന്താകും, കട്ടായി പോകും, പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയൂല. സാലിഹ ലിദ്ദുഖൂൽ, ദുഖൂൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യാ, എൻട്രി ചെയ്യാ.
ലിദ്ദുഖൂൽ ലിമറ വാഹിദ എന്ന് പറഞ്ഞാല് ദുഖൂൽ, ശ്രദ്ധിക്ക, ദുഖൂൽ ലിമറ വാഹിദ എന്ന് പറഞ്ഞാല് സിംഗിൾ എൻട്രി. ശരിക്കും ഇവിടെ മറ എന്ന് പറഞ്ഞാലും ഒന്നുള്ള അർത്ഥത്തിനാണ്, അല്ലെ? വാഹിദ എന്ന് പറഞ്ഞാലും ഒന്നുള്ള അർത്ഥത്തിനാണ്. അപ്പൊ അതിനാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ദുഖൂൽ ലിമറ വാഹിദ എന്ന് പറഞ്ഞാല് സിംഗിൾ എൻട്രി, സിംഗിൾ ആയിട്ടുള്ള ദുഖൂല്. ഇനി സോലിഹത്തുൻ ലി എന്ന് പറഞ്ഞാല് വാലിഡ് ഫോർ. നമ്മൾ പറഞ്ഞ ലി മുദ്ദത്ത് എന്ന് പറഞ്ഞല്ലേ, അതേ അർത്ഥം തന്നെയാണ് സോലിഹത്തുൻ ലി എന്നുള്ളതും കൊണ്ടും കിട്ടുന്നത്. സോലിഹത്തുൻ ലി എന്ന് പറയുമ്പോഴും കിട്ടുന്നത്. ഓക്കെ, ഇതാണ് വിസയുടെ ചെറിയൊരു രൂപം. ഇതതിന്റെ മുഖദ്ദിമ, ഒരു വിസയുടെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ അടുത്തൊരു ഡോക്യുമെന്റ് നമുക്ക് കടക്കാം. റെസിഡൻസ് പെർമിറ്റ് ട്രാൻസ്ലേഷൻ. ഇപ്പൊ നമ്മള് UAE നിൽക്കുന്ന സമയത്ത്, നമ്മൾക്കിപ്പോ UAE-ലാണുള്ളത്, നമുക്കൊരു ഇഖാമ കിട്ടും, അല്ലെങ്കിൽ വിസ സ്റ്റാമ്പിങ് എന്നൊക്കെ പറയും. അതിൽ വരുന്ന ഒരു ഡോക്യുമെന്റ്, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാലിഡ് എന്ന് കണ്ടോ? ഇവിടുത്തെ വാലിഡിന് എന്താണ് അറബിയിൽ വരുന്നത് നിങ്ങൾ നോക്ക്. ഓക്കെ, റെസിഡൻസ് പെർമിറ്റ് വാലിഡ് അൻറ്റിൽ 15 ഓഗസ്റ്റ് 2026. ഇപ്പൊ നമ്മള് ഒരു റെസിഡൻസ് പെർമിറ്റ് നമുക്ക് കിട്ടിയാല് 2 വർഷം നമുക്ക് വാലിഡിറ്റി ഉണ്ടാവും. അപ്പൊ ഇന്ന ദിവസം അത് അവസാനിക്കല്ലോ. അപ്പൊ ഇന്റത് 2026 ജനുവരി 15 അവസാനിക്കുന്നു. അപ്പൊ അതുവരെ എന്ന് നമ്മൾ പറയല്ലോ, അതാണ് പറയുന്നത് എന്ത്? തസ്രീഹ്. തസ്രീഹ് എന്ന് പറഞ്ഞാല് പെർമിറ്റ്. അപ്പൊ തസ്രീഹ്, ഹലോ കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ തസ്രീഹ് എന്ന് പറഞ്ഞാല് പെർമിറ്റ്. അപ്പൊ തസ്രീഹ് ഇഖാമ എന്ന് പറഞ്ഞാല് റെസിഡൻസ് പെർമിറ്റ്. ഇനി വാലിഡ് എന്നുള്ളതിനാണ് സാരി എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അത് സാരി എന്ന് ഉപയോഗിക്കും, അതുപോലെ സാരിയിൽ മഫ്ഊൽ എന്ന് ഉപയോഗിക്കും. ഓക്കെ, അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാലിഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഹത്ത വരെ എന്നുള്ളതിന് അൻറ്റിൽ, ഏത് വരെ? 15 ഓഗസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഓഗസ്റ്റസ് എന്ന് അറബിയിൽ പറയും. ഇനി അൽ ഒറൽ. ഒറൽ എന്ന് പറഞ്ഞാല് പർപ്പസ്, എന്തിനാണ് ഈ റെസിഡൻസ് പെർമിറ്റ് കിട്ടിയിട്ടുള്ളത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് എംപ്ലോയ്മെന്റ്, അമൽ എന്ന് പറയും, ജോലിക്ക് വേണ്ടിയിട്ടാണ് എന്തായിട്ടുള്ളത് ഈ വിസ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അൽ ജിഹത്ത് ഓർഗനൈസേഷൻ. ഈ വിസ പെർമിറ്റ് ആരാണ് തന്നിട്ടുള്ളത്? അൽ ഖലീജ് ജനറൽ ട്രേഡിംഗ് കമ്പനി, ശരിക്ക അൽ ഖലീജ് ലി തിജാറ അൽ ആമ. ഓക്കെ, അവരാണ് ഈ റെസിഡൻസ് പെർമിറ്റ് എന്തായിട്ടുള്ളത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു റെസിഡൻസ് പെർമിറ്റില് നോർമലായിട്ട് ഒക്കെപ്പാടെ കാണിച്ച് ഒക്കെപ്പാടെ ഇപ്പൊ നമ്മൾ തലയിൽ ഏറ്റണ്ടല്ലോ. അപ്പൊ ചെറിയ ഏത് വിഷയത്തിലും ചെറിയ ആളുകളാണല്ലോ. ചെറിയൊരു കുഞ്ഞിന് ആദ്യം തന്നെ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കൂലല്ലോ. ആദ്യം ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല്, പിന്നെ ഇങ്ങനെ മധുരങ്ങള്, പിന്നെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ആ കുഞ്ഞ് വളരുന്നത്. അത് ആ കുഞ്ഞിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും അങ്ങനെയാണ്. നമ്മള് പുതിയൊരു കല പഠിക്കുമ്പോൾ ബേസിക് ആദ്യം കുറച്ച്, പിന്നെ കുറച്ച്, പിന്നെ കുറച്ച്, പിന്നെ ഇങ്ങനെ നമ്മൾ അതിൽ എന്ത് ചെയ്യാ? നമ്മൾ വലിയ ആളാവാം. അപ്പൊ ഫസ്റ്റ് തന്നെ എല്ലാം കൂടി നമ്മൾ എന്താന്നല്ല പറയുന്നില്ല, ചെറിയ ചെറിയ ടിപ്സ്, ചെറിയ ചെറിയ ഡോക്യുമെന്റിലെ കാര്യങ്ങൾ മാത്രം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, നമ്മൾ പറയുന്നത്. ഓക്കെ, 3 ഡോക്യുമെന്റ് നമ്മൾ എന്തായിട്ടുള്ളത് ഫിനിഷ് ആയിട്ടുണ്ട്. പാസ്പോർട്ട് നമ്മൾ കഴിഞ്ഞു, റെസിഡൻസ് പെർമിറ്റ് നമ്മൾ കഴിഞ്ഞു, വിസന്റെ നമ്മൾ കഴിഞ്ഞു, അല്ലെ? ഫാമിലി വിസ എടുത്ത് എല്ലാരും ദുബൈയിൽ വന്ന് ബുർജ് ഖലീഫ കണ്ട് എല്ലാരും തിരിച്ചു പോയി. ഓക്കെ, ഇനി അടുത്തത് ടിപ്സ് ഫോർ പ്രൊഫഷണൽ ട്രാൻസ്ലേറ്റേഴ്സ്. എന്റെ എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത് ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. തുടക്കത്തിൽ തന്നെ പറഞ്ഞു, മൻ കതബ ഖറ, മൻ ഹഫിള ഫറ. നമ്മൾ എഴുതി വെച്ചാല് അത് അവിടെ ഉണ്ടാകും. നമ്മൾ കാണാതെ പഠിക്കുക. ഇപ്പൊ ഞാൻ ഈ പറയുന്നതൊക്കെ ഈ സാറ് പറയുന്നൊന്നും ഇപ്പൊ എഴുതിയെടുത്തിട്ട് വലിയ കാര്യമില്ല, നമുക്കങ്ങനെ കേൾക്കാം. പിന്നെ നിങ്ങൾ അതൊരു മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറന്നു പോയിട്ടുണ്ടാവും. നമ്മളൊരു സ്ഥലത്ത് എഴുതി വെച്ചാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഡിങ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. അതൊന്ന്. ഇനി രണ്ടാമത്തേത്, അത് നിങ്ങളൊരു വലിയ ഒന്നായി കൂട്ടിക്കോ. ഈ പറയുന്നതൊക്കെ ബഷീറിന്റെ ഭാഷയില് ഇമ്മിണി വലിയ ഒന്ന്, രണ്ടാമത്തെ ഒന്ന്. അപ്പം മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യലിറ്റി.
അതായത് നമ്മൾ ഒരു ഡോക്യുമെന്റ് ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. നമ്മൾ ഒരാളെ വഞ്ചിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാല് എന്താ ഇപ്പൊ ഇവിടെ ഇത് പറയേണ്ട ആവശ്യം നിങ്ങൾ സംശയം ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളെ ഓഫീസിലേക്ക് ഒരു കസ്റ്റമർ വരുന്നു. ആ കസ്റ്റമറുടെ പാസ്പോർട്ട് ഈ മാസം, അതായത് ഒക്ടോബർ 31 അവസാനിക്കാണ്. മൂപ്പര് നമ്മളോട് പറയണത് എന്റെ പാസ്പോർട്ട് ഒക്ടോബർ 31 അവസാനിക്കാണ്, ഞങ്ങൾക്ക് കുറച്ച് ക്യാഷ് കൂടുതൽ തരാം. നിങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് എന്റെ ഡോക്യുമെന്റ് അവസാനിക്കുന്നത് ഡിസംബറിലാണെന്ന് നിങ്ങൾ എഴുതിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും കുറച്ച് ക്യാഷ് കൂടുതൽ തരുന്നുണ്ടല്ലോ, നമുക്കിപ്പോ ഡിസംബറിൽ ടൈപ്പ് ചെയ്തത് എന്താ പ്രശ്നം? അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് തരുന്ന ഡോക്യുമെന്റ് പാസ്പോർട്ട്, ആ സോഴ്സ് ഡോക്യുമെന്റില് എന്താണ് ഉള്ളത് അത് മാത്രം നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കസ്റ്റമർ നമുക്കൊരു 1000 ദിർഹംസ് കൂടുതൽ തന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല. അതിലുള്ള ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടല്ലോ, ഒരു വിശ്വസ്തത, അത് നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. ഓക്കെ. രണ്ടാമത്തേത് വെരിഫൈ ഒഫീഷ്യൽ സ്പെല്ലിങ്സ്. നമ്മൾ പറഞ്ഞിരുന്നു നമ്മള് സ്പെല്ലിംഗ് നമ്മൾ കൃത്യമാക്കണമെന്ന്. അറബിയിൽ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണെങ്കിൽ അറബിയിലേക്കാണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കസ്റ്റമറോട് ചോദിക്കും, ഡു യു ഹാവ് എനി ഓതറൈസ്ഡ് ഡോക്യുമെന്റ്, ID ആയിട്ടോ മറ്റു എന്തെങ്കിലും വിസകളോ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടോ നമ്മൾ ചോദിക്കും. സ്പെല്ലിംഗ് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യണം. ഓക്കെ. പിന്നെ കീപ് ലേ ഔട്ട് അല്ലെ, സിമിലർ ടു ഒറിജിനൽ ഡോക്യുമെന്റ് വിസയുടെ ആ രൂപത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ റിവ്യൂ ബിഫോർ സബ്മിഷൻ. പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞല്ലോ, അതിന്റെ വേറൊരു രൂപം റിവ്യൂ ബിഫോർ സബ്മിഷൻ. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക, വായിക്കുക. തെറ്റ് നമ്മള് കൊടുത്തതിന് ശേഷം തെറ്റ് സംഭവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ തെറ്റ് കണ്ടെത്തി തിരുത്തുന്നത്. ഓക്കെ. പിന്നെ ഇത് ബിൽഡ് എ പേഴ്സണൽ ഗ്ലോസറി. ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു നിഘണ്ടു നമ്മൾ എന്ത് ചെയ്യാം, ഉണ്ടാക്കുക. നമ്മൾ ട്രാൻസ്ലേഷന്റെ ഏരിയയിലേക്ക് പോകുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ വരുന്ന പദങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു എക്സൽ ഉണ്ടാക്കിയിട്ടോ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടോ അതിങ്ങനെ നമ്മളിങ്ങനെ ഡെയിലി വരുന്ന ഡോക്യുമെന്റിൽ വരുന്ന പുതിയ പുതിയ പദങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ അതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് സുഖമാണ്. ഇപ്പൊ ജവാദു സഫറിന് ഇന്ന് നമ്മൾ പഠിച്ചാല് ഇന്ന് അങ്ങനെ ഒരു ഡോക്യുമെന്റിൽ പുതിയ പദം വന്നാല് നമ്മളത് എഴുതിയെടുക്കുക. ഇനി എൻട്രി പെർമിറ്റിന് ഇതിന് ദുഹൂൽ നമ്മൾ ഇന്ന് പഠിച്ചാല് നമ്മളത് എഴുതിയെടുക്കാം. ഫസ്റ്റ് കസ്റ്റമർ വരുന്ന സമയത്ത് നമുക്കൊരു 30 മിനിറ്റ് വേണം എന്നുണ്ടെങ്കിൽ അടുത്ത കസ്റ്റമർ വരുന്ന സമയത്ത് നമുക്ക് 15 മിനിറ്റ് മതി. കാരണം ഈ ഡോക്യുമെന്റിലുള്ള പദങ്ങളുടെ അറബി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. നമുക്കിത് ടൈപ്പ് ചെയ്യേണ്ട സമയമേ വേണ്ടൂ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ടിപ്സ് ആയിട്ട് ഒരു ട്രാവൽ ഡോക്യുമെന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തരാനുള്ളത്. കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, ഒരിക്കലും അത് വിട്ട് നിങ്ങൾ കളിക്കരുത്. നിങ്ങൾ ആരാണ്, എവിടെയാണ്, എവിടുന്ന് കേൾക്കുന്നു നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. നമ്മൾ ചെയ്യുന്ന പണിയിലും എല്ലാത്തിലും നമ്മൾ പാലിക്കണം. ഓക്കെ. ഇനി വെരിഫൈ ഒഫീഷ്യൽ സ്പെല്ലിങ്സ്. പ്രത്യേകിച്ച് ട്രാവൽ ഡോക്യുമെന്റിൽ ഫുള്ള് പേരുകളായിരിക്കും. ഉപ്പാന്റെ പേര്, ഉമ്മാന്റെ പേര്, ഉപ്പാന്റെ പേര്, നമ്മുടെ വീട്ടുപേര് ഒക്കെ ഉണ്ടാവും ഈ പാസ്പോർട്ടില്. നമ്മളെ ഫാമിലി ഡീറ്റെയിൽസും കാര്യങ്ങളും വിസ അങ്ങനത്തേലൊക്കെ ഉണ്ടാവും. ഓക്കെ. പിന്നെ ലേ ഔട്ട് എന്തായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. നമ്മൾ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ ഉണ്ട്, സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ സ്റ്റാമ്പ് ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. പിന്നെ റിവ്യൂ ചെയ്യണം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. ഇത് ഒരു ഗ്ലോസറി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ നിഘണ്ടു എന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഡോക്യുമെന്റ് നമുക്കൊരു 30 മിനിറ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് 15 മിനിറ്റ് മതിയാകും, പിന്നെ നമുക്ക് 10 മിനിറ്റ് മതിയാകും. ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉയരാനും ഉയർന്ന് പറക്കാൻ നമുക്ക് എന്താകും, സാധിക്കും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ 5 ഒബ്ജക്റ്റീവ് പറഞ്ഞു, ടൈപ്സ് ഓഫ് ട്രാവൽസ് നമ്മൾ പറഞ്ഞു, അറബിക് ഇംഗ്ലീഷ് ടേംസ് പറഞ്ഞു, ട്രാൻസ്ലേഷന്റെ ചലഞ്ചസ് പറഞ്ഞു, പ്രാക്ടീസ് ട്രാൻസ്ലേഷൻ വിത്ത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, അവസാനം ടിപ്സും കൂടി പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായ ഒരു കോൺഫിഡൻസ് കിട്ടി എന്നെന്താവുന്നു ഞാൻ വിചാരിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ചെയ്യാം, ചോദിക്കാം. ഓക്കെ. ഹലോ.
ഓഡിയബിൾ അല്ല? ആണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ എങ്ങനെ ചോദിച്ചു തുടങ്ങണം എന്നുള്ള അറിയാനായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആയിക്കോട്ടെ, ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാം. ഇപ്പൊ അത് സൗകര്യം. നമ്മൾ 5 ഒബ്ജക്റ്റീവ് പറഞ്ഞല്ലോ, 5 പ്രധാനപ്പെട്ട 5 ഒബ്ജക്റ്റീവ്. അതില് ഒന്ന് പറഞ്ഞ പേര് വിളിച്ചോളാം. ഇതാ നമ്മുടെ ബുർഹാൻ കെ. ഓഡിയബിൾ ആണോ? മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. ആയിക്കോട്ടെ. ഇനി ജലാൽ. സുറ. മറിയ ബഷീർ. ജലാൽ ഓഡിയബിൾ അല്ല തോന്നുന്നു. മറിയ ബഷീർ. ഇരുന്നു കേൾക്കുന്നില്ലേ? അജിഫാന. 1 മിനിറ്റ്. പറഞ്ഞു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? അണ്ടർസ്റ്റാൻഡ് ടൈപ്സ് ഓഫ് ട്രാവൽ ഡോക്യുമെന്റ്സ്. യെസ്, അതാണ് നമ്മുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഓക്കെ, ജസാക്കുമുല്ലാ. നെക്സ്റ്റ് ഫർസാന. Key Arabic English terms. യെസ്, കറക്റ്റ്, യു ആർ റൈറ്റ്. നെക്സ്റ്റ് മുജീബ് റഹ്മാൻ. ആരും ചോദിക്കട്ടോ, എല്ലാരും ഒരുങ്ങുന്നോളി. മുജീബ് റഹ്മാൻ. യാ മുജീബ്. അജീബ് ഫൗറൻ. ഇല്ല, മുജീബ് പറയുന്നില്ല. ആയിക്കോട്ടെ, റാഷിദ. മൂന്നാമത്തേത് പറയും. ഇയാളെ പെട്ടെന്ന്. കോമൺ ട്രാൻസ്ലേഷൻ ചലഞ്ചസ്. യെസ്, കറക്റ്റ്. ഇനി അടുത്തത് ഷെരീഫ്. കേൾക്കുന്നുണ്ടോ? ഷെരീഫ്. യാ അല്ലാഹ്, പെട്ടെന്ന് പറയൂ. ഷെരീഫ് ഓഡിയബിൾ അല്ല തോന്നുന്നു. ഉമർ വി കെ. സമയമില്ലടോ, പെട്ടെന്ന്. മിസ്. യെസ്, മുങ്ങി സാറേ. 1 മിനിറ്റ്. ഉമർ പോയോ? ഞാൻ അടുത്തത് സന നജാത്ത്. 4ാമത്തെ പറയൂ. സന നജാത്ത് ഓഡിയബിൾ അല്ല. 3 ആയിട്ടുള്ള മക്കളെ, ഇനിയുണ്ട് 2. ഞാൻ പറഞ്ഞോട്ടെ? ആരാണ്? അസിന ബാനു. ഒന്ന് പറയാം. പറഞ്ഞോട്ടെ? 4ാമത്തെ അല്ലേ പറയേണ്ടത്? 4ാമത്തെ പറയാം. പ്രാക്ടീസ് ട്രാൻസ്ലേഷൻ വിത്ത് എക്സാമ്പിൾസ്. യെസ്, കറക്റ്റ്, എക്സലന്റ്. ഒന്നും കൂടി ബാക്കിയുണ്ട്. പേര് വിളിക്കുന്ന ആരെങ്കിലും ചോദ്യം നോക്കാം. മുഹ്സിന നെസ്ല. ഹലോ. ഇല്ല. മുർഷിദ സി കെ. പെട്ടെന്ന്. യാ അല്ലാഹ്, ഒരാൾ കൈ വന്നിച്ചിട്ടുണ്ട്. നിഹാല യാസ്മി. ബിൽഡ് കോൺഫിഡൻസ് ഇൻ പ്രൊഡ്യൂസിംഗ് അക്യുറേറ്റ് ട്രാൻസ്ലേഷൻസ്. യെസ്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ഒബ്ജക്റ്റീവ്. ആ ലക്ഷ്യം മനസ്സിലാക്കി തന്നെ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി. ഈ 5 പോയിന്റുകളാണ് ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ജസാക്കുമുല്ലാഹ് ഖൈർ. സംശയങ്ങൾ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. സാറേ, നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പോ എല്ലാവരുടെ കയ്യിലും ലാപ്ടോപ്പ് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോ മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ആപ്സോ കാര്യങ്ങളോ ഉണ്ടോ? യെസ്, ഉണ്ട്. നല്ല ചോദ്യമാണ് നിഹാല യാസ്മിൻ ചോദിച്ചത്. നമ്മളെ അൽ-ഉയൂൻ അക്കാദമിയില് ഞാനൊരു മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ കുട്ടികളില് കുറച്ച് ആളുകൾക്ക് ലാപ്ടോപ്പ് ഉള്ളു, കൂടുതൽ ആളുകൾക്ക് ലാപ്ടോപ്പ് ഇല്ല. എനിക്ക് ഇങ്ങനെ പഠിച്ചു വരുന്ന ചെറിയ മക്കളല്ലേ. അപ്പോൾ നമ്മൾ അവരോട് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ ലേഔട്ട് സെറ്റ് ആവണം, ഫോർമാറ്റ് റെഡി ആവണം ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ മൊബൈലിൽ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു വഴിയാണ് ഗൂഗിൾ ഡോക്സ് എന്ന് പറയും. എവിടെയെങ്കിലും എഴുതി വെച്ചോളി, ഗൂഗിൾ ഡോക്സ്. ആ ഗൂഗിൾ ഡോക്സും
മൈക്രോസോഫ്റ്റ് വേർഡും ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മള് ലാപ്ടോപ്പിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ ഉപയോഗിക്കും. നമുക്ക് ലാപ്പില് നമ്മള് ക്രോം തുറന്ന് ജിമെയിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിൽ നമുക്ക് ഗൂഗിൾ ഡോക്സ് ഉപയോഗിക്കാം. ആ ഗൂഗിൾ ഡോക്സ് നമുക്ക് മൊബൈലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ചെയ്യാം, കോളങ്ങൾ വെച്ച് ചെയ്യാം, ഫോണ്ട് സെറ്റ് ആക്കാം, എല്ലാ കാര്യങ്ങളും പറ്റും. അതിന് ഗൂഗിൾ ഡോക്സ് ഒരു തുടക്കക്കാർ എന്നുള്ള നിലക്ക് ഇതിനോട് ആഗ്രഹം ഉണ്ട് എന്നുള്ള എന്ന രൂപത്തില് നമുക്ക് ഗൂഗിൾ ഡോക്സ് വളരെ പെർഫെക്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഇനി ആരെങ്കിലും ഉണ്ടോ? 10-40 ആൾക്കാരുണ്ട്. ഉണ്ടോ? എല്ലാവരും പോയാ? 23 ആൾക്കാരേ ഉള്ളൂ. ആർക്കെങ്കിലും ചോദിക്കാണ്ടോ? ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടില്ല അല്ലേ? ഞാൻ അർഷദ് MC. സാർ ഇതുപോലൊരു ഇത് ചെയ്യാനുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഒരു ഇട്ട് തരാവോ? ഇപ്പോയോ? അല്ല, എപ്പോഴെങ്കിലും ഇട്ട് തന്നാൽ നമ്മളത് ആദ്യം ചെയ്തപ്പോ ഇതിട്ട് തന്നായിരുന്നു. അപ്പൊ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അതുപോലെ ഇട്ട് തരാമെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാമല്ലോ. ഇപ്പോഴും വേണ്ട. ഇൻഷാ അല്ലാഹ് നോക്കാം. ഞാന് നമ്മളെ അജു ഷാഹിദിന് നമുക്ക് കൈമാറാം ഒരു ഡോക്യുമെന്റ് എടുത്തിട്ട്. ഇൻഷാ അല്ലാഹ്. ഞാൻ അങ്ങനെ ഒരുങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാല്. കാരണം നിങ്ങൾക്ക് തരുന്ന ഇംഗ്ലീഷിന്റെ വർക്ക് ഷീറ്റ് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് അതിന്റെ അനലൈസീസ് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ആക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ഒരുങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആരാ ചോദ്യം ചോദിച്ചത്? യെസ്, അസീന ബാനു അല്ലെ? ഇൻഷാ അല്ലാഹ് ഞാൻ സെറ്റ് ആക്കിയിട്ട് ഫാസിൽ സാറിനോ അല്ലെങ്കിൽ അജു ഷാഹിദിന് കൈമാറാട്ടോ. ഇൻഷാ അല്ലാഹ്. സാറ് ഓരോ ക്ലാസ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പഠിച്ചതിന് ശേഷം കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ചെയ്യാൻ പറ്റും. പഠിപ്പിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമല്ലോ സാർ. അപ്പൊ അത് എപ്പോഴെങ്കിലും മതി. ഗെറ്റിംഗ് ടൈം. I will do it fast. Okay, ഇൻഷാല്ലാ. മാക്സിമം തന്നെ അല്ലെങ്കിൽ നാളെ മറ്റൊന്ന് ചെയ്തുതരാം. നിങ്ങൾ പറഞ്ഞ നല്ലൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നുള്ളത് ആ ഒരു രൂപത്തിലാണ് നമ്മൾ അസീന പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദിക്കാണ്ടോ? ഞാൻ ഇതിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ഞാൻ ലാസ്റ്റിക്ക് വെച്ചതാണ്. അർഷദ് MC. ഞാന് കൊണ്ടോട്ടിയിലെ ഒരു ട്രാൻസ്ലേഷൻ സെന്ററിൽ 1.5 വർഷം വർക്ക് ചെയ്ത് അതിനുശേഷം ദുബായില് ഒരു 1.5 വർഷം അവരുടേതായിട്ട് ഒരു ട്രാൻസ്ലേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്ത്. മവാസിം എന്ന് പറയും, മവാസിം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ. അതിനുശേഷം ധനൂബ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക്, ലോജിസ്റ്റിക്സിന്റെ ഒരു കമ്പനിയാണ്, ആ കമ്പനിയിലേക്ക് ഇപ്പൊ നിലവിൽ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ലേറ്റർ ആയിട്ടും പിന്നെ ലോജിസ്റ്റിക്സിന്റെ ഏരിയയിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് അർഷദ് MC. ജസാക്കുമുല്ലാഹ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. നിങ്ങളൊന്നും ചോദിക്കുന്നില്ല, ഞാൻ പറയുന്നു. സാർ അസ്സലാമു അലൈക്കും. എൻ്റെ പേര് വലൈക്കും സലാം. എനിക്ക് ഈ നമ്മൾ സാധാരണ നോർമലി ഉള്ള അറബി സ്റ്റൈൽ വ്യത്യസ്തമായിട്ട് എല്ലാം മോഡേൺ പദം പോലെ തോന്നാറുണ്ട്. അതായത് നമ്മൾ നേരിട്ട് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൻ്റെ പോലെ ആയിരിക്കില്ല. എല്ലാം അറബി ചിലപ്പോൾ തീവേടായിട്ട് കുറയും അല്ലെങ്കിൽ കൂടി വരാം. ഇപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ലേഷൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ടോ ഓരോ വേർഡും? ചോദിക്കുന്നത് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പരീക്ഷക്കൊക്കെ പഠിക്കുന്നത് പോലെ ഇതൊക്കെ പഠിച്ച് പരീക്ഷയ്ക്ക് പോയി എഴുതുന്ന രൂപത്തിൽ കുറെ കാണാതെ പഠിക്കണോ എന്നുള്ളതാണോ? അതെ, വ്യത്യസ്തമായിട്ടാണല്ലോ. യാ റബ്ബി, ഇത് ട്രാൻസ്ലേഷന്റെ ഏരിയ എന്ന് പറഞ്ഞാലേ വളരെ സിമ്പിൾ ആണ്. ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഇതിൽ ബേസിക് ആയിട്ട് വേണ്ടത് എന്താന്ന് വെച്ചാല്, ഇതൊരു ടൂളാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാല് ഒരു ടൂളാണ്. നിങ്ങളെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കത്തി തന്ന്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ സുഖം. ആ ഒരു കത്തി തന്നാല് അത് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലെ? നമുക്ക് മീന് വൃത്തിയാക്കാൻ പറ്റും, മരം മുറിക്കാൻ പറ്റും, വ്യത്യസ്ത രൂപത്തിലൊക്കെ പറ്റും. പക്ഷെ ആ കത്തി ഇങ്ങനെ നമ്മൾ ചുമന്ന് ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാം. ഈ കത്തി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ ട്രാൻസ്ലേഷന്റെ ഇതിലും. ഈ കാണുന്ന ലക്ഷക്കണക്കിന് ഡിക്ഷണറിയും പദങ്ങളൊന്നും കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല.
ഇത് എവിടെയാണ് ഉപയോഗിക്കാന്ന് മനസ്സിലാക്കാം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ വാലിഡ് എന്ന് വന്നു, അതെന്നെ വന്നതില് 3 രൂപത്തിൽ വന്ന്, ലി മുദ്ദത്ത് എന്ന് വന്ന്, സ്വാലിഹ് എന്ന് വന്ന്, സാരി എന്ന് വന്ന്. അപ്പൊ അങ്ങനെയാണ് അവിടെ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിക്ഷണറികൾ റെഫർ ചെയ്യാം. അപ്പൊ ഈ പദത്തിന് ഇങ്ങനെ അർത്ഥമുണ്ട്, നമ്മളോട് ഒരാൾ പറയണത് ഈ ചെയ്തത് തെറ്റാണ്, അപ്പൊ നമുക്ക് പറയാം ഞാൻ ചെയ്തത് തെറ്റല്ല, ഞാൻ ഇനി ഡിക്ഷണറി നോക്കി ചെയ്തതാണ്. അപ്പം ട്രാൻസ്ലേഷൻ റിവ്യൂ ചെയ്യുന്ന ഒരാള് നിങ്ങളുടെ മുകളിൽ ഉണ്ടെന്ന് സങ്കല്പിക്ക്. നിങ്ങൾ ജൂനിയർ ട്രാൻസ്ലേറ്റേഴ്സ്, സീനിയർ ട്രാൻസ്ലേറ്റർ പറയണത് ഇത് എററാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം എന്ത്, ഞാൻ ഇന്ന ഡിക്ഷണറി നോക്കിയിട്ടാണ് ചെയ്തത്. അല്ലാതെ ഇതിപ്പോ നമ്മളൊക്കെ പാടെ തലയിൽ വെച്ച് നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഒരു പേഴ്സണൽ നിഘണ്ടു ഉണ്ടാക്കാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പാസ്പോർട്ട് പഠിച്ചു, എൻട്രി പെർമിറ്റ് പഠിച്ചു, വിസ, ഫാമിലി വിസന്റെ പഠിച്ചു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ഡോക്യുമെന്റ് കിട്ടുന്ന സമയത്ത് അത് നമുക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അതൊന്നും കാണാതെ പഠിച്ച് ഇടങ്ങാറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ, ഈസി. പ്രത്യേകിച്ച് ടെക്നോളജിയും കൂടി AI കൂടി വന്നത് കൊണ്ട് അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരാണ്. ഇതിലൊക്കെ നമ്മളുടെ ജോലിയൊക്കെ എന്താവും വളരെ സുഖമാണ്. പിന്നെ ഒരു അഡീഷൻ കൂടി പറഞ്ഞുതരാം. നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും AI കാലത്ത് എന്ത് ട്രാൻസ്ലേഷൻ എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗൂഗിളിലെ MTPE എന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടോ? MTPE, അതായത് മെഷീൻ ട്രാൻസ്ലേഷൻ പോസ്റ്റ് എഡിറ്റിംഗ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. MTPE ആണെങ്കിൽ എഴുതി വെച്ചോ, MTPE, മെഷീൻ ട്രാൻസ്ലേഷൻ പോസ്റ്റ് എഡിറ്റിംഗ്. ഇപ്പൊ നമ്മള് വിദ്യാർത്ഥി ചോദിച്ച മാതിരി നമ്മളിതിങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ട്രാൻസ്ലേഷന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാല് നമ്മളൊരു ഗൂഗിൾ ട്രാൻസ്ലേഷനൊക്കെ ഒരു ഡോക്യുമെന്റ് ഇട്ട് കൊടുത്താല് അത് നേരെ അറബിയിലേക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കി തരും. ഇനി നമ്മളുടെ പണി എന്താന്ന് വെച്ചാല് ഈ AI ചെയ്ത ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ അത് റെഡി ആണോ നോക്കണം നമ്മളെ പണി. ആ രൂപത്തിലേക്കാണ് നമ്മൾ ഇനി വളരേണ്ടത്. ആ രൂപത്തിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും വർക്ക് ഫ്രം ഹോം ഒക്കെ നിലവിലുണ്ട്. ആ രൂപത്തിലേക്ക് എന്താണ് നമ്മൾ വളരണം. ആ ഒരു ലക്ഷ്യം കണ്ടിട്ട് നമ്മളെന്ത് ഉയരണം. മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെ തലയിൽ വെച്ച് നടക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി. അനദർ ക്വസ്റ്റ്യൻ. നോർമലി നമുക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് ആയിട്ടില്ലെങ്കിലും ഫ്ലുവന്റ് ആയിട്ട് അറബി സംസാരിക്കുക, എത്ര അറബി പഠിച്ചാലും ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മേഖല എടുത്താൽ പ്രാക്ടീസ് ചെയ്ത് സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ട്രാൻസ്ലേഷൻ ആപ്പുകളുണ്ട്. കുറച്ചൊരു അറബിയുടെ ബേസിക് അറിയുന്നവർക്ക് നിന്ന് പോകാന്നുള്ളതാണ്. അതെ, ചെറിയൊരു അറബിയിലെ ഒരു ബേസിക്കും ചെറിയൊരു ഇംഗ്ലീഷിന്റെ ബേസിക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ യാത്ര തുടങ്ങാം. പിന്നെ ഈ യാത്രയിൽ വരുന്ന ബുദ്ധിമുട്ടുകള്, മല കയറുന്ന സമയത്ത്, കുന്നിറങ്ങുന്ന സമയത്ത് ബ്രേക്ക് പിടിക്കുന്നതും പിടിക്കാത്തതും, അങ്ങനെ നിങ്ങളെ ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് പഠിക്കും, മനസ്സിലാക്കും. അല്ലാതെ നമ്മള് സ്പോക്കൺ ചെയ്യേണ്ട, ഒരാളോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ ഡോക്യുമെന്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിലെ ഇന്ന കാര്യം ഇതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ മറ്റു ഭാഷയിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ലേഷൻ ചെയ്യുന്നു. അത്രേ ഉള്ളൂ, വളരെ ഈസിയാ. അനദർ ക്വസ്റ്റ്യൻ ഗൈസ്. MTPE-നെ കുറിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടായിരുന്നു പറഞ്ഞത്. യാ റബ്ബി, ചോദ്യം കേട്ടില്ലല്ലോ അമീറ. MTPE-നെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കായിരുന്നല്ലോ, അത് കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നു. MTP എന്ന് പറഞ്ഞാലേ മെഷീൻ ട്രാൻസ്ലേഷൻ പോസ്റ്റ് എഡിറ്റിംഗ്. മെഷീൻ ട്രാൻസ്ലേഷൻ പോസ്റ്റ് എഡിറ്റിംഗ് അതിൽ ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും. ആ രൂപത്തിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു കുട്ടീനെ പോലെ നിങ്ങളിപ്പോ നമ്മൾ സങ്കല്പിച്ചാൽ മതി. ഫസ്റ്റിക്ക് തന്നെ നമ്മൾ ബിരിയാണി തിന്നേണ്ട ആവശ്യമില്ല, പാലും പഴവും ഒക്കെ കഴിഞ്ഞ ശേഷമൊക്കെ എത്തിയാൽ മതി. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു എന്താ പറയാ, വലിയൊരു വൈഡ് ഏരിയ പരിചയപ്പെടുത്തിയതാണ്. MTP നിങ്ങൾ എവിടെ എഴുതി വെച്ചിട്ട് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇതിന്റെ ഒരു വൈഡ് ഏരിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് എന്ന് മാത്രം. ഓക്കെ, ജസാക്കുമുല്ലാഹ്. അനദർ ക്വസ്റ്റ്യൻ.
ആരെങ്കിലും ഉണ്ടോ? ഈ സംശയങ്ങളിൽ ചോദിക്കാം, പറഞ്ഞതിലും തിരിയാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ഇത്രയും നേരം കേട്ട് നിന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറ. അള്ളാഹു നമ്മളിന്ന് സ്വീകരിക്കട്ടെ. നമ്മളെ അജു സാറുണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട് 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 ഫാസിൽ സാറ് പോയോ? കഴിഞ്ഞില്ല, നമുക്ക് വേണ്ട. ഫാസിൽ സാറ് ഇല്ലല്ലോ.